ഹായ് ഓൾ നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രാമയുടെ പേരാണ് മൈ യൂത്ത്. സോ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത് സൺവു എന്ന പേരുള്ള നമ്മുടെ ഹീറോനെ കാണിച്ചുകൊണ്ടാണ്. അവൻ കുട്ടിക്കാലത്ത് ഒരു ചൈൽഡ് ആക്ടറൊക്കെ ആയിരുന്നു. കൂടാതെ ഇപ്പോൾ ഫ്ലോറിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഹീറോയിന്റെ പേരാണ് ജെയ്യൂൺ. ടയറിൻ എന്ന പേരുള്ള ഒരു ആക്ട്രസ് ഉണ്ട്. സോ ഈ ഒരു ആക്ട്രസിന്റെ മാനേജർ ആയിട്ടാണ് ജെയ്യൂൺ വർക്ക് ചെയ്യുന്നത്. ടയറിന്റെ കരിയറിൽ വലിയ ഗ്രോത്ത് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ട് ടയറിൻ സണുവിന്റെ ഒപ്പം സഹോദരനും സഹോദരിയുമായിട്ടൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്ന ടയറിന്റെ കോൺട്രാക്റ്റിലുള്ള കമ്പനിയിലെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് ഇപ്പോൾ സണുവിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് നിലവിൽ ഒരു സിറ്റ്കോമും മറ്റൊക്കെ ചെയ്യുവാനായിട്ട് അവരുടെ പ്ലാനിലുണ്ട്. ആ ഒരു സിറ്റ്കോമില് ഈ ഒരു സൺവു കൂടി അഭിനയിക്കുകയാണെങ്കിൽ ടയറിന്റെ കരിയറിൽ കുറച്ചുകൂടി ഗ്രോത്ത് ഉണ്ടാവുമെന്ന രീതിക്കാണ് അവരും വിചാരിക്കുന്നത്. സോ അവർ സൺവുവിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സൺവുവിന് വലിയ താല്പര്യമില്ലാത്ത രീതിക്ക് പെട്ടെന്ന് തന്നെ കോളും കട്ട് ചെയ്യുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ടയറിന്റെ മാനേജർ ആയിട്ടുണ്ടായിരുന്ന ജെയ്യൂൾ തനിക്ക് സൺവുവിനെ കൺവിൻസ് ചെയ്യിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൺവിൻസ് ചെയ്യിക്കുവാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. ഇപ്പോൾ സണുവിനെ കണ്ടാൽ എങ്ങനെ ഉണ്ടാകുമെന്നൊരു ഐഡിയ പോലും അവൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അവളും ഒരു ഇൻസ്റ്റഗ്രാം പേജ് ശ്രദ്ധിക്കുകയാണ്. ആ ഇൻസ്റ്റഗ്രാം പേജിലെ ആളുടെ കൈയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവളും ആ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് കണ്ട് കഴിയുമ്പോഴത്തേക്കും അത് സണു ആണെന്ന് തിരിച്ചറിയുന്നു. ഒരു ഡ്രാമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ജെയോൺ എത്തിയതിനു ശേഷം ജെയോണും അവിടുത്തെ കോസ്റ്റ്യൂം ഡിസൈനറുടെ അടുത്തൊരു കാര്യം പറയുകയാണ്. അതായത് നായകൻ നിലവിലിട്ടിട്ടുള്ളത് വൈറ്റ് കളർ ഡ്രസ്സാണ്, പക്ഷെ ശരിക്കും ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഈ ഒരു സീനിന് സൂട്ടബിൾ ആയിട്ടുള്ളത്. അത് പ്രത്യേകമായിട്ട് അവൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നായകന്റെ നിർബന്ധപ്രകാരമായിരുന്നു ഈ ഒരു കളറുള്ള ഡ്രസ്സൊക്കെ നായകൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നതെന്ന് കോസ്റ്റ്യൂം ഡിസൈനറും അറിയിക്കുകയാണ്. പക്ഷേ ഈ ഒരു സീനിന് ബ്ലാക്ക് ഇടാതെ മറ്റേതൊരു ഡ്രസ് ഇട്ടാലും അതൊരിക്കലും ശരിയാവുകയില്ല എന്നൊരു അഭിപ്രായമായിരുന്നു ജെയ്യൂണിനുണ്ടായിരുന്നത്. പിന്നീട് ജെയ്യൂണും ആ ഒരു കാര്യത്തിന്റെ പേരിൽ ആകെ അപ്സെറ്റ് ആകുന്നുമുണ്ട്. പിന്നീട് നായകൻ വൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് ഫുഡ് കഴിക്കുവാനായിട്ടിരിക്കുന്ന സമയത്ത് ഈ കോസ്റ്റ്യൂം ഡിസൈനർ ജെയ്യൂൺ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ ഓർത്തതിന് ശേഷം എന്നാൽ പിന്നെ അവന്റെ കയ്യിലുള്ള ഫുഡൊക്കെ ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് അത് ഡ്രസ്സിലെടുക്കുകയാണെങ്കിൽ ആ വൈറ്റ് കളർ ഡ്രസ്സ് മാറുന്നതായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കോസ്റ്റ്യൂം ഡിസൈനറും ആക്ടറുടെ കയ്യിലുണ്ടായിരുന്ന കറിയൊക്കെ തട്ടിക്കളയുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ആക്ടറും കൃത്യമായി തന്നെ അതിൽ നിന്നും എസ്കേപ്പ് ആകുന്നുണ്ട്. എങ്കിൽ പോലും ആക്ടറുടെ അശ്രദ്ധ മൂലം അയാളുടെ ഡ്രസ്സിലും കറി വീഴുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് മാറ്റി തരുവാനായിട്ട് വൈറ്റ് ഡ്രസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് ഷൂട്ടിംഗ് നടത്തേണ്ടി വരുമെന്ന് കോസ്റ്റ്യൂം ഡിസൈനറും അറിയിക്കുന്നു. അങ്ങനെ കോസ്റ്റ്യൂം ഡിസൈനറുടെ പ്ലാന് വർക്കൗട്ട് ആവുകയും അയാളെ കൊണ്ട് ബ്ലാക്ക് ഡ്രസ് തന്നെ ഇടിയിച്ച് അവർ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. എന്തായാലും ആ ഒരു മെസ്സേജ് ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ചെയ്യണം ഒരുപാട് ഹാപ്പി ആകുന്നു. സാണു ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഫോട്ടോസും മറ്റുമൊക്കെ ടയറിനെ കൂടി ജെയിൻ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും അവനായിട്ട് സംസാരിച്ച് നോക്കണമെന്ന് നിനക്ക് തോന്നിയിട്ടില്ല എന്ന രീതിക്ക് ടയറിനും അവളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ജെയോണും സണുവിനെ അന്വേഷിച്ചുകൊണ്ട് അവന്റെ തന്നെ ഫ്ലവർ ഷോപ്പിലും എത്തുന്നു. പിന്നീട് അവർ രണ്ടുപേരും പരസ്പരം കാണുമ്പോഴത്തേക്കും ഒരുപോലെ ഷോക്കായിട്ടൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നതും. ഇവര് രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വളരെയധികം ക്ലോസ് ആയിരുന്നു. പിന്നീട് അവർ പിരിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അവർക്ക് രണ്ടുപേർക്കും വീണ്ടുമുള്ള ഈ ഒരു കൂടിക്കാഴ്ചയിലും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരും പരസ്പരം സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിന്നെ ഒരു പ്രോഗ്രാമിലേക്ക് റിക്രൂട്ട് ചെയ്യുവാനായിട്ടായിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് അവൾ തുറന്നു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവനും പ്രോഗ്രാമിൽ അഭിനയിക്കുവാനായിട്ട് താല്പര്യമില്ല എന്ന കാര്യം അറിയിക്കുന്നു. കൂടാതെ അവൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാക്ടസ് ചെടിയൊക്കെ അവനും അവൾക്ക് സമ്മാനമായിട്ട് നൽകുന്നു. ശരിക്കും അവൾ അതിന് പേ ചെയ്യുവാനായിട്ട് തയ്യാറായിരുന്നെങ്കിൽ പോലും അവനും അതിന് പണം ഒന്നും തന്നെ മേടിക്കുന്നില്ല. അടുത്ത ദിവസം ജയൂൺ ഡയറക്ടറെ മീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് അവളുടെ കയ്യിൽ ഒരു ബുക്കും ഉണ്ടായിരുന്നു. ആ ഒരു ബുക്കിന്റെ റൈറ്ററിന്റെ പേരൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്ന അവളും ഈ ഒരു പേര് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നീടാണ് അവൾക്കും കാര്യം മനസ്സിലാക്കുന്നത്. അവൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് അവളുടെ പണ്ടത്തെ രീതിക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കുമാണ് അതില് മറ്റൊരു ബുക്ക് അവളുടെ ശ്രദ്ധയിലും പെടുന്നത്. അതായത് സൺവു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതേ പേരിലൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ സൺവു തന്നെയാണ് ഈ ഒരു ബുക്ക് ഇറക്കിയതെന്ന കാര്യം അവൾ മനസ്സിലാക്കുകയാണ്. ടേറിന് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഇപ്പോൾ റേഡിയോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവൾ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും അന്നത്തെ അവളുടെ ക്രഷ് ആയിട്ടുണ്ടായിരുന്ന സോക്ചു അവിടെ ഇരുന്ന് ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച അവളും കാണുകയാണ്. സോ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നു. അതേസമയം അവൻ അവളെ നേരിട്ട് കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് അവൻ തന്നെ ഓർക്കുന്നില്ല എന്ന കാര്യം അവളും മനസ്സിലാക്കുന്നത്. ഇതേ സമയം ജയോൺ ഉണ്ടായിരുന്ന അതേ ഓഫീസിലേക്ക് ഒരാൾ കൊടുത്തുവിട്ട ഫ്ലവേഴ്സുമായിട്ട് സൺവുവും എത്തുകയാണ്. അങ്ങനെ ജയ്യൂണ് ഫ്ലവേഴ്സൊക്കെ മേടിച്ച് കയ്യിൽ പിടിച്ചതിന് ശേഷം സൺവു അവളുടെ ഒരു പിക്ചർ തെളിവെന്ന രീതിക്ക് എടുക്കുന്ന സമയത്ത് അവിടേക്ക് സോക്ചു കൂടി എത്തുന്നു. അതായത് ഇവർ മൂന്ന് പേരും പരസ്പരം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പരിചയക്കാരാണെന്ന് അവിടെ വെച്ച് തന്നെ കാണിക്കുന്നുമുണ്ട്.
പിന്നീട് ജെയോണും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും സൺവുവും അവളുടെ പിന്നാലെ പോകുന്നു. കൂടാതെ എങ്ങനെയാണ് ആ ഒരു കാക്ടസ് ചെടി നന്നായി തന്നെ നോക്കേണ്ടതെന്നുള്ള ഒരു ടിപ്സൊക്കെ അവൾക്ക് പറഞ്ഞും കൊടുക്കുന്നു. ഒരു പ്രൊഡ്യൂസറിനെ ജിയോൺ ശ്രദ്ധിക്കുകയാണ്. ആ ഒരു പ്രൊഡ്യൂസറിന്റെ കൂടെ ടിയറിനൊരു നല്ല വർക്കൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡ്യൂസർ ഒരു ബുക്ക് വായിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവളും ഈ ബുക്ക് എഴുതിയ ആളെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് അയാളുമായിട്ടൊരു കമ്പനിയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കേൾക്കുന്ന പ്രൊഡ്യൂസറും അവളുടെ അടുത്ത് കൂടുതലായിട്ട് സംസാരിക്കുന്നു. അതായത് ഇപ്പോൾ അയാൾ വായിക്കുന്ന ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് സൺവു ആണ്. സോ സൺവുവിനെ ജയ്‌യൂണിന് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അവന്റെ ബുക്സ് ഒക്കെ വായിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും കൂടി ഒന്നിച്ചുള്ള ഒരു മീറ്റിംഗ് ഒക്കെ നീ വെക്കാമോ എന്ന് അവളുടെ അടുത്തായിട്ടും പ്രൊഡ്യൂസർ ചോദിക്കുന്നു. അവൾക്കും സമ്മതിക്കാത്ത മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് ഒക്കെ സെറ്റ് ആക്കുവാനായിട്ട് എവിടെയായിരുന്നോ സൺവു ഉണ്ടായിരുന്നത് അവിടെ ചെന്നിട്ട് അവളും സൺവുവിനെ ചെന്ന് കാണുകയാണ്. പ്രൊഡ്യൂസറുടെ സ്കൂളിൽ പഠിക്കുന്ന മകളായിരുന്നു ശരിക്കും സൺവുവിന്റെ ഫാൻ. അതുകൊണ്ട് തന്നെ സൺവുവിനെ കാണുന്ന സമയത്തും സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ഫാനുണ്ട്. സോ ആ ഒരു കുട്ടിക്ക് നിന്നെ കാണണമെന്നുണ്ട്. നീ വിരോധമില്ലെങ്കിൽ ആ കുട്ടീനെ കാണുവാനായിട്ട് വരാമോ എന്ന രീതിക്ക് അവൾ ചോദിക്കുമ്പോൾ തന്നെ അവനും സമ്മതിക്കുന്നു. സോ അങ്ങനെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ദിവസം സൺവുവും ജയൂണിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ആ ഒരു ഫ്ലവേഴ്സ് ഒരുപാട് ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷെ അവൾ ഇപ്പോൾ ആ ഒരു ഫ്ലവേഴ്സിന്റെ കാര്യം ഒന്നും തന്നെ ഓർക്കുന്നില്ല. എങ്കിലും അവൻ കൊടുത്ത ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചതിന് ശേഷം അവളും പ്രൊഡ്യൂസറുടെ മകളും ഉടനെ തന്നെ എത്തുന്നതായിരിക്കുമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന കാര്യം മാത്രമേ അവൻ അറിയുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറും അയാളുടെ മകളുമാണ് എത്തുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും ശരിക്കും അവൾ തന്നെ ചീറ്റ് ചെയ്തു എന്ന രീതിക്കാണ് സൺവുവിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സൺവുവും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി പോകുവാനായിട്ട് നോക്കുന്നു. പക്ഷെ അവരങ്ങനെ വഴക്കടിച്ചുകൊണ്ട് പോകുവാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു പ്രൊഡ്യൂസറും മകളും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സൺവുവിന്റെ ബുക്കൊക്കെ വായിച്ചിട്ട് പ്രൊഡ്യൂസറുടെ മകൾക്കും അതൊരു ഇൻസ്പിറേഷൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റൈറ്റർ ആക്കുക എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. കൂടാതെ അവളും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സൺവുവിനോട് അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സൺവുവും സമ്മതിക്കുന്നു. കൂടാതെ പ്രൊഡ്യൂസറും സൺവുവിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പഴയ ആ ഒരു ചൈൽഡ് ആക്ടർ അല്ല എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സൺവു ആ ഒരു ചൈൽഡ് ആക്ടർ ആണെങ്കിൽ പോലും അവന് ആ ഒരു കാര്യങ്ങൾ പുറത്തു പറയുവാനായിട്ട് താല്പര്യമില്ല എന്ന് ചെയ്യുന്നു നന്നായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെയ്യുന്നു പ്രൊഡ്യൂസർക്ക് തെറ്റുപറ്റിയതാണ്, അത് ഇയാളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യുന്നുമുണ്ട്. എന്തായാലും പ്രൊഡ്യൂസറിന്റെ ആഗ്രഹം പോലെ തന്നെ മകൾക്ക് വേണ്ടിയിട്ട് സൺവുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ജയൂണിനെ വിളിച്ചിട്ട് ഉടനെ തന്നെ ടേറിനുമായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തണമെന്ന രീതിക്കാണ് പ്രൊഡ്യൂസർ പറയുന്നത്. അതായത് ടേറിന് വേണ്ടിയിട്ട് ഒരു ഓഫർ കൊടുക്കുവാനായിട്ട് പ്രൊഡ്യൂസറും തയ്യാറാണ്. അങ്ങനെ പിന്നീട് സൺവുവും ജയൂണും ഒന്നിച്ച് അവിടെ നിന്നും മടങ്ങുന്നു.